പഴങ്കാവ് ചോളംവയൽ ഹൈവേ ക്രോസ് റോഡ് അടിപ്പാത ആവശ്യവുമായി ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. പുളിഞ്ഞോളി സ്കൂളിൽ നടന്ന കൺവെൻഷൻ വടകര നഗരസഭാ ചെയർപേഴ്സൺ പി.കെ. ശശി ഉദ്ഘാടനം ചെയ്തു. സമരസമിതി ചെയർമാൻ അരവിന്ദ് കിങ്സ് അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ എം. ഫൈസൽ, കെ. സരോജിനി, ഇ.കെ. രമണി, വി. ശ്രീജ, കെ. പ്രസീത, എം. സുനിൽകുമാർ, എം. മിനി, ചോറോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജിത വിനോദ, വാർഡ് മെമ്പർമാരായ അഷ്കർ, ഗോപാലകൃഷ്ണൻ, അനിൽ ബാബു, രാജേഷ് ചോറോട, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ഇതിൻ്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴാണ് പല വൈതരണികളും നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. അതിൽ ഒന്നാണ് പ്രധാനപ്പെട്ട പഴങ്കാവ് റോഡിൽ നിന്നും വടകര പട്ടണത്തിൽ പോകുന്നതും തിരിച്ചു വരുന്നതുമായിട്ടുള്ള വലിയ പ്രയാസം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗതാഗത സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ചില നീക്കങ്ങൾ നടത്തി എന്നാണ് മനസ്സിലാകുന്നത്. എം പി, എം എൽ എ, നഗരസഭാ ചെയർമാൻ, NH-ൻ്റെ ചെയർമാൻ ഒക്കെ സ്ഥലം സന്ദർശിക്കുകയും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോളംവയൽ ഭാഗത്തുള്ള സ്ഥല ഉടമകൾ പഴങ്കാവിൽ നിന്ന് അപ്പുറത്തേക്ക് ചോളംവയലിലേക്ക് ഇതിൻ്റെ പാലം കൊണ്ടുപോകണം എന്നുള്ളത് തീരുമാനിച്ചത്. പക്ഷെ അങ്ങനെ തീരുമാനിച്ച് സ്ഥലവാസികളെ സമീപിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് വലിയ രീതിയിലുള്ള എതിർപ്പാണ് ചോളംവയലുള്ള ഭാഗത്തുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത് എന്നുള്ളത്. അത് നടക്കില്ല എന്ന് ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾക്ക് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിന് പകരമായിട്ടാണ് എന്ത് പറഞ്ഞിട്ടുള്ള ഒരു അടിപ്പാത എന്ന് ഇപ്പോൾ കമ്മിറ്റി മുമ്പോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഫയർ സ്റ്റേഷൻ ഭാഗത്ത് ഈ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള ഒട്ടേറെ മേഖലകളുമായി ബന്ധപ്പെട്ട് പല ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ അതല്ലാതെ വടകര മുനിസിപ്പാലിറ്റിയുടെ ഈ ഭാഗത്തുള്ളതല്ലാതെ മറ്റ് ഇതര മേഖലകളിൽ നിന്നൊക്കെ ആളുകൾക്ക് പോകാൻ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അടിപ്പാതയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ ഈ നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് നാം പരിശോധിച്ച് നോക്കുമ്പോൾ ഏതൊരു പദ്ധതിക്കും ഒരു DPR ഉണ്ടാകും, ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്നാണ് അതിൻ്റെ പേര്. ഈ നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് DPR പരിശോധിക്കാനോ അത് ചർച്ച ചെയ്യാനോ അങ്ങനെ ഒരു അവസരം പോലും നമ്മുടെ നാട്ടിലെ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് നൽകിയിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ കാലത്ത് പ്രവർത്തിച്ചവർക്ക് ചർച്ച ചെയ്യാൻ അവസരം കൊടുത്ത് ഈ നിയമവും ഇവിടെ കാറ്റിൽ പറത്തിയിരിക്കുകയാണ്. അധികാരത്തിന്റെ കേന്ദ്രീകരണമാണ്. എന്നിട്ട് ആ റിപ്പോർട്ട് ഇങ്ങോട്ട് കൊടുത്തയക്കും. ആ റിപ്പോർട്ടിന്റെ പ്രൊജക്ട് ഇന്നത്തെ പാലം